ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഫിസിക്സ് എക്സാം ആണ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞൊരു കാര്യം പറയാം ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടഫ് ആവണേന്ന് ആഗ്രഹിച്ചാണ് ഞാൻ പോയത് എക്സാമിന്. കാരണം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എനിക്ക് ലാസ്റ്റത്തെ ഫ്ലൂയിഡ്സ്, പിന്നെ നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ആ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുക. ട്യൂഷനിലാണ് ഞങ്ങൾക്ക് നോട്ട് കറക്റ്റായിട്ട് തന്നില്ല, അവിടെ ഫുൾ എടുത്തില്ല. അത് സ്കൂളിലെടുത്ത് പക്ഷേ പറ്റിയില്ല നമുക്ക്. സോ ഗൈസ്, അപ്പം എനിക്ക് അതിനകത്ത് ഭയങ്കര ഡൗട്ടായി കിടക്കുമായിരുന്നു. അപ്പം ഞാനത് പെട്ടെന്നൊരു നല്ല രീതിക്ക് ജസ്റ്റ് രാവിലെ എടുത്തൊന്ന് വായിച്ചിട്ടാണ് പോയത്. അപ്പം എനിക്കൊരു പേടിയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എക്സാം സിമ്പിളായാലും ഇതിനി വന്നാൽ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് എക്സാം ടഫ് ആവണേന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തിനാണ് അങ്ങനെ ആഗ്രഹിച്ചത്. എക്സാം കുറച്ചെങ്കിലും ടഫ് ആവണേന്ന് ഞാൻ ആഗ്രഹിച്ചു ഗൈസ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല സിമ്പിളായിരുന്നു. നല്ല സിമ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ ഇവിടെയായിട്ട് ടഫ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഗൈസ്, എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഈ കെമിസ്ട്രി മാത്സും ഒക്കെ ഭയങ്കര ടഫാവെന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഈ ഫിസിക്സ് പഠിച്ചത്. അപ്പം ഈ പഠിച്ചപ്പോഴും എനിക്കൊരു ഇതില്ല, ഇപ്പം പഠിച്ചിട്ട് പിന്നെയും 3G ആവാൻ തന്നെ അല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ നല്ലൊരു പഠിച്ച ഗൈസ് ഫിസിക്സ് ചെന്ന് ഞാൻ എഴുതിയൊക്കെ വെച്ചു. പക്ഷേ എനിക്ക് ചിലയിടത്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഗൈസ്. ചിലയിടത്തെന്ന് പറഞ്ഞാൽ എനിക്ക് കമ്പാരിറ്റീവ് എക്സാം കുറച്ച് കുഴപ്പമില്ലായിരുന്നു, ജസ്റ്റ് ഓക്കെ ആയിരുന്നു. കാരണം ഈസി ആണെന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിരുന്നു, ബട്ട് പാടാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പാടുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് എന്തോ ഒരു അങ്ങോട്ടൊന്നും ഒരു ക്ലിയർ അല്ലേ, എല്ലാം ഇങ്ങനെ ഒരു ബ്ലറായിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ചെന്ന് ഇരുന്നപ്പം പഠിച്ചതെല്ലാം മറന്നു പോകുക ഗൈസ്. ദൈവമേ, എൻ്റെ എല്ലാം കഴിഞ്ഞെന്നുള്ള അവസ്ഥയായിരുന്നു. ഞാൻ ഈ പഠിച്ചതെല്ലാം നമ്മൾ മറന്നു പോകുമ്പോഴേ. അപ്പോൾ ഞാൻ പറയാം ഗൈസ്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അവരെന്തായാലും മറ്റേ നമ്മുടെ മാത്സും കെമിസ്ട്രി ഒക്കെ കിട്ടാൻ കുത്തിക്കുഴച്ചൊന്നുമില്ല. ന്യൂമറിക്കൽസ് ഒക്കെ അവിടെ ഇവിടെയും ചെറിയൊരു ടഫ് ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെയൊക്കെ എന്തോ ഒരു പ്രശ്നം, 1 വേർഡിൽ എത്രയോ തെറ്റിയിട്ടുണ്ട്. ബട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ 1 വേർഡ് എല്ലാം എഴുതിയാണ്. അപ്പോൾ അതിനകത്ത് 2 കാണും തെറ്റിയിട്ടുണ്ട്, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ 8th ക്വസ്റ്റ്യൻ ആവറേജ് ആക്സിലറേഷൻ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഫസ്റ്റ് എനിക്ക് ആവറേജ് ആക്സിലറേഷൻ മനസ്സിൽ വന്നില്ല. ഞാൻ വിചാരിച്ചു ഈ ആവറേജ് ആക്സിലറേഷൻ എന്തുവാ, ഇനിയിപ്പോൾ തട്ടെഴുതിയത് എന്തെങ്കിലും തട്ടിയൊക്കെ എഴുതിയ. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലല്ലോ ആവറേജ് ആക്സിലറേഷൻ. പിന്നെ ഞാൻ ആലോചിച്ചെടുത്ത കേസ്, ഇങ്ങനെ കുഴിച്ച് ഞാൻ ആലോചിച്ചെടുത്ത് എഴുതി കേസ്. പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ചാൽ, ഞാൻ 9ാമത്തെ ക്വസ്റ്റ്യനിലെ കേസ് ആൻസർ ടാൻജൻ്റ് എന്ന് എഴുതി വെച്ചു. ഞാൻ വൈന്ന് കിടക്കുന്ന അതിനകത്ത് കണ്ടില്ല. ഇതേ കണക്ക് തന്നെ കേസ് നമ്മുടെ ലിവറിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്, അതെനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആൻസർ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം ബാക്കിയെല്ലാം എഴുതിയിരിക്കും, നമ്മൾ അത് എഴുതുമായിരുന്നു. അത് എഴുതി വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്നത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഡൗട്ട് വെച്ചായിരുന്നു ഞാൻ എഴുതിയത്. പെട്ടെന്ന് സാറ് പേപ്പർ വാങ്ങുന്നൊരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ അതെടുത്തിട്ട് കഴിച്ച് ഒറ്റ ഒരു വെട്ട് വെട്ടിയിട്ട് ഞാൻ ഇന്നത്തെ ഇങ്ങനെ സാറ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെട്ടി അങ്ങ് കൊടുത്തു. ഞാൻ ആലോചിക്കും എനിക്ക് എന്തതിൻ്റെ കേടായിരുന്നു, അത് വെട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എൻ്റെ അടുത്ത് അമ്മ ചോദിച്ചു, നീ എന്തിനാ അത് വെട്ടിയേ, ജസ്റ്റ് വെട്ടേണ്ടല്ലോ, അത് നമ്മുടെ കിടക്കട്ടത് വിചാരിച്ച്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് തെറ്റാണെങ്ങനെ കണ്ട മിസ് ഇനി വല്ലതും പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കയറി വെട്ടിയത്. അമ്മ അത് തെറ്റാണെങ്കിൽ അവർ വെട്ടിക്കൊള്ളുമല്ലോ. 2 മാർക്ക് കേസ് അങ്ങനെ പോയി കേസ്. എനിക്ക് അത് കണ്ടപ്പോഴും കൂടെ ഞാൻ മൊത്തത്തിൽ ഒരുമാതിരി ബ്രേക്ക് ഡൗൺ ആയി. കാര്യം നമ്മൾ ശരി എറിയിട്ട് വെട്ടിക്കളഞ്ഞൊരവസ്ഥയെ. പിന്നെ എനിക്ക് ഇവിടെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയൊക്കെയോ തകരാറുണ്ടായിരുന്നു കേസ്. എനിക്കതുകൊണ്ട് കുറച്ച് ടഫൊക്കെ ആയിട്ടാണ് തോന്നിച്ചത്. ബട്ട് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ പേപ്പർ ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ജസ്റ്റ് ഓക്കെ ആയിരുന്നു എൻ്റെ എക്സാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നാളെ ബയോളജിയാണ് കേസ്. എനിക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് ഇത് മറന്നു വന്ന് നാളെ ഞാൻ ഇനി ഓർത്തെടുക്കുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നാളത്തേക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ കൂടെ കഴിഞ്ഞാൽ പൊളിയാക്കാം.